താൻ എന്തായി പറയുന്നത്? തീർച്ചയായിട്ടും അത് കിട്ടുമോ? പിന്നെ നമുക്ക് ശ്രമിക്കാം. രുദ്ര, നിങ്ങൾ കുറച്ചു നേരം ചുറ്റിക്കറങ്ങിട്ട് വാ. കാരണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഓക്കേ, see you soon. ശരി രംഗില, ഞങ്ങൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. രുദ്ര, ദാ അത് കണ്ടോ? ഞാൻ മാജിക്, ഞാൻ മായാജാലമാണ്. എന്നെ കണ്ട് പേടിക്കൂ, ഞാനാണ് ഷാക്കാൽ. ഇങ്ങോട്ടൊന്ന് നോക്ക് മോനെ. രുദ്ര, രുദ്ര, നീയല്ലേ രുദ്ര? പ്ലീസ് ഞങ്ങളെ ഒന്ന് സഹായിക്ക്. ഞാൻ വളരെ വിശ്വാസത്തോടെയാണ് നിന്നെ തേടി വന്നിരിക്കുന്നത്. നിങ്ങൾ ആരാ? ഞങ്ങൾ എന്ത് സഹായം നിങ്ങൾ ചെയ്യേണ്ടത്? എന്റെ മകൻ ആ കേവിനടുത്തേക്ക് പോയതാ. അവൻ അറിയാതെ അതിൽ കുടുങ്ങിപ്പോയി. ഞങ്ങൾ അവനെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ പുറത്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. നീ ഞങ്ങളെ സഹായിക്കില്ലേ? പ്ലീസ് ദയവേത് കരയാതിരിക്കൂ. ഞാൻ നിങ്ങളുടെ മകനെ കേവിൽ നിന്നും പുറത്തു കൊണ്ടുവരാം. എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ. ആ സ്ഥലം വളരെ ദൂരെയാണ്. ഞങ്ങളാണെങ്കിൽ തളർന്ന് അവശരായിരിക്കുകയാണ്. ഞങ്ങള് കാരണം നിങ്ങൾ അവിടെ എത്തിപ്പെടാൻ ലേറ്റ് ആയി പോയാലോ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ. നിങ്ങൾ വിഷമിക്കണ്ട. ഇബായിസ്ക സിബായിസ്ക അപ്പിയാരോ. നിങ്ങൾ പേടിക്കണ്ട, അവൻ ഞങ്ങളുടെ ഫ്രണ്ട് ആണ്. നിങ്ങൾ രണ്ടുപേരും അവന്റെ പുറത്ത് കയറിയിരിക്കൂ. എന്നിട്ട് ഞങ്ങൾക്ക് കേവിലേക്കുള്ള ഡയറക്ഷൻ പറഞ്ഞു തരൂ. ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. ഈ പിള്ളേരെ ഒരു 2 മിനിറ്റ് തനിച്ചു വിട്ട പ്രശ്ന. ഒന്ന് നിക്ക്. നിങ്ങളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അതൊക്കെ പിന്നെ പറഞ്ഞു തരാം രംഗീല. ഇപ്പൊ ഞങ്ങളുടെ കൂടെ പോര്. ഒന്ന് നിൽക്ക. ആ കേവ് എവിടെയാ ഉള്ളത് സർ? നമ്മൾ ഇതാ അടുത്ത് എത്തിക്കഴിഞ്ഞു. ആ മലയുടെ അടുത്ത് ചെന്നിറങ്ങ്. ആ കാണുന്നതാണ് ഗുഹ. അവിടേക്ക് ചെല്ല്. മൈര, വരുൺ, ഇതൊക്കെ ആരാ? നമ്മൾ എന്തിനാ അവരെ ഫോളോ ചെയ്ത് പോകുന്നത്? എന്തെങ്കിലും ഒന്ന് പറയ്. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. എന്ത് ഗുലുമാലാണാവോ ഇത്? ഇതൊന്നും ഒട്ടും ശരിയാണെന്ന് തോന്നുന്നില്ല. എന്തോ പ്രശ്നമുണ്ട് ഇവിടെ. അതെ രുദ്ര, ഈ കാണുന്ന ഗുഹയില്ലേ, അതിന്റെ അകത്താണ് എന്റെ മകൻ. കുറച്ചു നേരം വരെ ഞങ്ങൾ അവന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നതാ. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അവന്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. കേവിന്റെ വാതിൽ തന്നെ ഇത്ര ഭയങ്കരമാണെങ്കിൽ അതിനകത്ത് കുടുങ്ങിയ മൗണ്ടോന്റെ ഗതി എന്തായി കാണും? നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. നമുക്ക് എല്ലാവർക്കും അകത്ത് ചെന്ന് നോക്കാം. മോട്ടു, മോട്ടു. ആരാ അവിടെ ബഹളം ഉണ്ടാക്കുന്നത്? ആരും അകത്തേക്ക് വരരുത് പറഞ്ഞേക്കാം. ഒരു പ്രാവശ്യം ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആദ്യം നീ ആരാന്ന് പറയ. പതുങ്ങിരുന്ന് ഞങ്ങളെ പേടിപ്പിക്കാണോ? ധൈര്യം ഉണ്ടെങ്കിൽ പുറത്ത് വന്ന് ഞങ്ങളെ ഫേസ് ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് വരുന്നതായിരിക്കും. നീ എന്നെ കാണാതെ ഇവിടുന്ന് പോകില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്നെ പുറത്തേക്ക് വരാൻ പറഞ്ഞ നീയേ വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. എന്റെ അമ്മേ.
രുദ്ര അതിനകത്ത് കുടുങ്ങിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയല്ലോ. ഓ, പെട്ടെന്ന് ഈ മിററിന് എന്താ പറ്റിയത്? ആക്ടിവേറ്റ് ആകുകയാണ്. Ibaiska Mirror Pushino! Ibaiska Mirror Breako! ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ അകത്തേക്ക് വരണ്ടെന്ന്. ഇപ്പൊ അനുഭവിക്കേ. രുദ്ര അതിനകത്ത് കുടുങ്ങിപ്പോയി, ശരിക്കും കുടുങ്ങിപ്പോയി. ഇനി നീ ഒരിക്കലും രക്ഷപ്പെടില്ല. ബൈ രുദ്ര. Forever. ഒരു ദിവസം പോലും നമുക്ക് മനസ്സമാധാനമില്ല. എന്നും ഓരോ പ്രശ്നം തെരഞ്ഞു വന്നോണ്ടിരിക്കുക. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഈ പ്രശ്നം നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാം. രുദ്ര, എനിക്ക് പേടിയാവുന്നു. അവരുടെ മകൻ എവിടെയാന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇതിന്റെ അകത്ത് ഒരു ചെക്കനും ഇല്ല. ഷക്കൽ നമ്മളെ വിഡ്ഢികളാക്കിയിരിക്കുകയാണ്, നമ്മളെ കുടുക്കിയിരിക്കുന്നു. വരൂ, നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടുന്ന് പുറത്തേക്ക് പോവാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അല്ല, ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇത് ഏത് തരം മിറർ ഇമേജാ? എല്ലാം തലതിരിഞ്ഞാ കാണിക്കുന്നത്. രുദ്ര, ഭൂതം, പ്രേതം, രുദ്ര. രുദ്ര, എന്തു പറ്റിയില്ലെങ്കിലോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നത്? രുദ്ര, അവിടെ ഒരു മിററിൽ ഭൂതമുണ്ട്. അത് എന്നെ അടിച്ചു. ഈ സ്ഥലം വളരെ വ്യത്യസ്തമായിരിക്കുന്നു. Ibaiska Mirror Breako! രുദ്ര, ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും മിററിന്റെ ഇമേജസ് ആണല്ലോ. നമ്മൾ എന്ത് മാജിക് ചെയ്താലും അത് നമ്മുടെ തിരക്ക് തന്നെ വരികയാണ്. നമുക്ക് മുന്നോട്ട് പോവാം. മിററിനെ ഇഗ്നോർ ചെയ്യ. നമ്മൾ ഇവരിൽ നിന്നും ഒരുപാട് ദൂരെ ചെല്ലണം. ഇവിടുന്ന് നോക്കുമ്പോ കണ്ണെത്തും ദൂരം വരെ മിറേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് ഏത് തരം സ്ഥലമാ? ഏതായാലും റിഫ്ലക്ഷൻ ഇല്ലാത്ത കൊണ്ട് രക്ഷപ്പെട്ടു. അല്ല, ഇതെന്താ പറ്റിയത്? അവിടെ എന്തോ ഉണ്ട്. വരും, നമുക്ക് പോയി നോക്കാം. ഈ മാജിക് വളരെ സ്ട്രോങ് ആണ്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. മേലോട്ട് ഒരിക്കലും നോക്കരുത്. ഇതിന്റെ അർത്ഥം എന്താ? മേലോട്ട് നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞ അങ്ങനെ മേളിൽ എന്താ ഉള്ളത്?
എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. Welcome to the Mirror World. ചേട്ടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ രുദ്ര. ഒരുവിധം രക്ഷപ്പെട്ടു. മുകളിൽ നിന്നും വീണില്ലല്ലോ. ഓ, എന്തായാലും നന്നായി. മൈര, നീ എന്താ ഈ ചെയ്തത്? ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഏത് സ്ഥലത്തേക്കാ ഈ മിറർ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത്? രംഗീല, പേടിക്കുന്നത് കൊണ്ട് ഒരു പ്രോബ്ലവും സോൾവ് ആവാൻ പോകുന്നില്ല. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഈ സ്ഥലം ആദ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. Come on. ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ചും സൺസെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങോട്ട് നോക്കൂ, പാലസ്. അല്ല, നീയാ തെറ്റ് ചെയ്തത്. നീ തന്നെയാ തെറ്റ് ചെയ്തത്. നീ തന്നെയാണ് തെറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ? ആ, നീ എന്റെ ജോലി നോക്കിട്ട് പോ. പുറത്തേക്ക് ഇറങ്ങി വാ. പിടിക്കൂ, പിടിക്കൂ അയാളെ, പിടിക്കൂ. അവനെന്റെ വാച്ച് മോഷ്ടിച്ച് ഓടുകയാണ്. അവനെ പിടിക്കൂ. വേണ്ട വേണ്ട, അത് തുടരുത്. മര്യാദ കൊടുത്ത് പൊയ്ക്കോ. പോരുന്നാ പറഞ്ഞത്. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. കള്ളൻ അവനാണ്. എന്റെ നേർക്കെന്തിനാ ഇതൊക്കെ അറിയുന്നത്? കള്ളൻ, കള്ളൻ, ആരെങ്കിലും പിടിക്കൂ. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. എല്ലാവരും എന്നെ എന്തിനെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നത്? ഈ സൺസെറ്റിക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? ഇവിടെ ആരും ഒരു സാധനവും മോഷ്ടിക്കാറില്ലല്ലോ. വരൂ, നമുക്ക് പാലസിൽ ചെന്ന് നോക്കാം. രുദ്ര, അവരെ തടഞ്ഞു നിർത്ത്. അവരെ ബേർഡിനെ വേട്ടയാടാൻ ശ്രമിക്കുക. നിർത്ത്. ഹലോ, നിങ്ങളാരാ? സെയിം ടു സെയിം നമ്മുടെ മുഖം പോലെ തന്നെ ഉണ്ടല്ലോ. ഇവന്മാർ ഏതാണ്ട് ഡമ്മി പീസാന്ന് തോന്നുന്നു. ഇത് പാക കഷ്ടമായല്ലോ. രുദ്ര, നമ്മളെ സ്പൈ ചെയ്യാൻ വേണ്ടി ഈ ഷാക്കാൽ ഇവരെ ഇങ്ങോട്ട് അയച്ചതായിരിക്കും. അവന്മാരെ പിടിച്ചകത്താക്ക്. അത് അങ്ങനെയല്ല പറയേണ്ടത്. ഇത് വലിയ കഷ്ടമായി എന്നല്ല, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ എന്നാണ്. മിണ്ടാതിരിക്കണ മരമണ്ട. തീർച്ചയായിട്ടും നിങ്ങൾ ഷാക്കാലിന്റെ സ്പൈ തന്നെ ആയിരിക്കും. അല്ല അല്ല, ഞങ്ങളെ അയച്ചത് ഷാക്കാൽ അല്ല. ഇത് ഞങ്ങളുടെ പാലസ് ആണ്. നിങ്ങളെയാണ് ഷാക്കാൽ പറഞ്ഞയച്ചതെന്ന് തോന്നുന്നു. നിങ്ങൾ എവിടുന്ന വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പൊക്കോ. നമ്മളെ ഒരുത്തൻ പാഠം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. പാലസിന്റെ കിങ് ആണത്രേ. രുദ്ര, കാണിച്ചു കൊടുക്ക. ഈ പാലസ് ആരുടെയാണെന്ന് കാണിച്ചു കൊടുക്ക. നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഹാൻഡിൽ ചെയ്യ.
Ziba iska sakko pushtum. വാ ഫൈറ്റ് ചെയ്യാൻ പോവാണോ? Come on, fight, fight. अंतर मंतर काली कलंदर चू എന്നെ വെള്ളത്തിൽ തള്ളിയിടാൻ നോക്കിയല്ലേ? അല്ല പിന്നെ നിങ്ങൾക്ക് കാര്യം പറഞ്ഞ എന്താ മനസ്സിലാകാത്തത്? ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല. ഞങ്ങൾക്ക് മുത്തശ്ശനെ ഒന്ന് കാണണം. ശരിയും തെറ്റും അദ്ദേഹം തീരുമാനിക്കട്ടെ. നിനക്കിപ്പോ മുത്തശ്ശനെ കാണണോ? ശരി വാ, എന്നാ പിന്നെ അദ്ദേഹത്തെ കാണിച്ചു തരാം. ഭാഗ്യത്തിന് മുത്തശ്ശൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മള് പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവും. മുത്തശ്ശ ദാ ഇത് കണ്ടോ? ഷാക്ക ഞങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ സ്പൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ അവരിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? കെട്ടഴിച്ചു വിട്. നിക്ക്. മുത്തശ്ശ എത്ര ആലോചിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. കാണാൻ ഞങ്ങളെ പോലെയുള്ള ഇവര് ഓൾറെഡി നമ്മുടെ പാലസിന്റെ അകത്ത് കയറിയിരിക്കുക. എന്നിട്ട് ഞങ്ങള് ഷക്കാലിന്റെ സ്പൈ ആണെന്നാ പറയുന്നത്. എന്ത് കൺഫ്യൂഷനാ ഇത്? ഇതിലൊരു കൺഫ്യൂഷനും ഇല്ല. എല്ലാം കണ്ണാടി പോലെ ക്ലിയർ ആണ്. നിങ്ങൾ 4 പേരും ഷാക്കാലിന്റെ ചാരന്മാരാണ്. എന്റെ കുട്ടികളുടെ മാസ്ക് അണിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാലസിൽ കയറിക്കൂടി അല്ലേ? മാസ്ക് അഴിച്ചു മാറ്റേ. ചേടാ ഇത് പോലാത്ത കഷ്ടമായല്ലോ മുത്തശ്ശ. ആദ്യം എനിക്ക് ആ ചാൻസ് തന്നേക്ക്. ചേടാ ഇതൊന്നും മാസ്ക് അല്ല, എന്റെ ഒറിജിനൽ ഫേസ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ്. എന്നെ വിടടാ. മുത്തശ്ശ ഇവ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഭയങ്കര മാസ്ക് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അത് ഊരി പോരുന്നില്ല. ഷാക്കാൽ ഇവരെ നല്ലോണം ട്രെയിൻ ചെയ്ത് പറഞ്ഞയച്ചിരിക്കുകയാണ്. അവൻ അത് അറിയാൻ ശ്രമിക്കുകയാണ്. കോൾ സിറ്റി അറ്റാക്ക് ചെയ്യുവാനുള്ള നമ്മുടെ പ്ലാൻ എന്താണെന്ന് അവൻ അറിയണം. പക്ഷെ മുത്തശ്ശ നിങ്ങൾ എപ്പോഴും ശാന്തമായിട്ടും സ്നേഹത്തോടെ അല്ലേ സംസാരിക്കാറ്? കോൾ സിറ്റി ആക്രമിക്കണമെന്ന് എന്തിനാ പറയുന്നത്? പിന്നെ ഷാക്കാൽ ഇനി ഒരു അക്ഷരം പോലും മിണ്ടരുത് പറഞ്ഞേക്കാം. അവരെ പിടിച്ച ആ റൂമിലിട്ട് അടയ്ക്കേ. 1 മിനിറ്റ്. അവരെ ഇങ്ങനെ മുറിയിൽ പൂട്ടിവെച്ചാൽ അവര് പറന്നു പോവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇവർ 4 പേർക്കും കാലിന്റെ ശക്തി ഉപയോഗിച്ച് പറക്കുവാൻ പറ്റില്ല. കൊണ്ടുപോയവന്മാരെ ഇവരെന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇവിടെ എന്തൊക്കെയായി സംഭവിക്കുന്നത്? എല്ലാവരും ക്യാരക്ടർ എന്താ മാറിപ്പോയേ? ഇപ്പഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇപ്പൊ നമ്മൾ മിറർ വേൾഡിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ എല്ലാം ഉൾട്ടയാണ്. സൺസിറ്റിയുടെ നന്മകളൊക്കെ തിന്മയായി മാറിയിരിക്കുകയാണ്. ചേടാ ഇത് പോലാത്ത പ്രശ്നമല്ലോ രുദ്ര. മുകളിലേക്ക് നോക്ക്, റൂഫ് തുറന്നിരിക്കുക. വാ നമുക്ക് പറന്നു പോവാം. നമ്മൾ എങ്ങനെ പറക്കും? ഡ്യൂപ്ലിക്കേറ്റ് മുത്തശ്ശൻ ആന്റി മാജിക് റേസ് വെച്ച് പറക്കുന്ന ശക്തിയും കൂടി തടഞ്ഞിരിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് മുത്തശ്ശൻ നമ്മുടെ പറക്കുന്ന ശക്തി അപകരിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം രംഗീലയുടെ പറക്കുന്ന പാത്രത്തെ കുറിച്ച് മറന്നുപോയി. രംഗീല പാത്രത്തിൽ കയറിയിരുന്ന് പറക്കാൻ ശ്രമിച്ചു നോക്ക്.
സോറി ഫ്രണ്ട്സ്, എനിക്ക് തോന്നിയിരുന്നു തടവുകാരുടെ റൂം അവർ ടോട്ടലായിട്ട് സീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന്. എന്നാലും വെറുതെ ശ്രമിച്ചു നോക്കിയതാ. നമ്മളിപ്പോ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ആ രുദ്ര, നമ്മുടെ പ്ലാനിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ് ആയി കഴിഞ്ഞു. അവർക്കത് അറിയില്ലല്ലോ. സ്വയം അറസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ വന്നതെന്ന് അവർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ പറ, നമ്മുടെ അടുത്ത പ്ലാൻ എന്താണ് രുദ്ര? ഇവര് 4 പേരും ഏത് പ്ലാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങൾ എല്ലാവരും എന്താ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ അതെല്ലാം കേട്ട് കഴിഞ്ഞു. So simple. Plan is mission escape. വേഗം പോ. മര വരോൺ, വേഗം ചെന്ന് ആ ചെയറിൽ കയറിയിരിക്ക. എന്നിട്ട് ആ ടേബിൾ മുറുകെ പിടിച്ചോ. രുദ്ര, ഇരിക്കാനുള്ളതല്ല, ഓടി രക്ഷപ്പെടാനുള്ള സമയാ. മൈറ പ്ലീസ് ലിസൺ. അതിലിരിക്ക. ഈ ബൈസ്കോ ഫ്ലൈയോ. മുത്തശ്ശോ, ചക്കളുടെ ചോരന്മാർ എസ്കേപ്പ് ആവാണ്. വിടരുത്. അവന്മാരെ അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പിടിക്കവരെ. ഒന്ന് വേഗത്തിൽ പറക്ക്. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. രുദ്ര, അവര് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്.